നമസ്കാരം. 2 നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഒരു ലോകസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ യുഡിഎഫ് അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളൊക്കെ മുഖം മിനുക്കാനുള്ള പണികളുമൊക്കെ ആരംഭിച്ചു. ആ വിഷയമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത്. അതായത് ആദ്യം പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിന്റെ അവിടെ നിയമസഭാ മണ്ഡലമാണ്. അത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ആ സീറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടി, ആ സീറ്റ് പിടിച്ചടക്കുന്നതിന് വേണ്ടി ആരെ ഇറക്കണം എന്ന ഒരു നിലവിൽ അത്തരത്തിലൊരു പ്രതിസന്ധി കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. കാരണം ആ സീറ്റിന് വേണ്ടിയുള്ള വലിയൊരു പിടിവലി ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. വി.ടി. ബൽറാം, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ ലിസ്റ്റുകൾ ഒരുപാടുണ്ട്. എന്നാൽ പോലും നിലവിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തിയാലാണ് കുറച്ചുകൂടി നല്ലത്. അതായത് ഷാഫി പറമ്പിലുമായിട്ട് വലിയ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഷാഫിക്ക് വേണ്ടി ഒത്തിരി തവണ പാലക്കാടൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടം ചെറിയ രീതിയിലൊക്കെ ഒരു PR വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നാടാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അവിടെ വന്ന് മത്സരിക്കുന്നതിൽ ഓട്ടോമാറ്റിക്കലി പാലക്കാടിലെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ എതിർപ്പുണ്ട് എന്നൊരു വസ്തുതയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം അവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് പിടിച്ചടക്കാൻ പറ്റില്ല എന്ന ഒരു സംസാരം പൊതുവെ അവിടെയുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് നെഗറ്റീവ് മാർക്കുള്ള ഒരാൾ കൂടിയാണ്. ആളുകൾക്ക് എന്താ പറയുക, വലിയൊരു താല്പര്യമുള്ളൊരു യുവ നേതാവൊന്നുമല്ല. യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായി വന്ന ശേഷം യൂത്ത് കോൺഗ്രസിന് പോലും തന്നെ വലിയ നാണക്കേടുണ്ടാക്കി കൊടുത്ത ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ പല ദുരന്ത മുഖങ്ങളിലൊക്കെ മുതലെടുപ്പ് രാഷ്ട്രീയമൊക്കെ കളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വയനാട് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന സർക്കാർ കൊടുക്കാത്ത ബ്രെഡ് പൂത്തുപോയി എന്ന കഥയൊക്കെ അടിച്ചിറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അതുവരെ രാഷ്ട്രീയം സംസാരിക്കാതെ, ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും ഇല്ലാതെ എല്ലാവരും രാഷ്ട്രീയമൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി എല്ലാ പാർട്ടികളിലേക്ക് യുവജന സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ കൈകോർത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം വയനാട്ടിലേക്ക് ചെല്ലുന്നത്. ശേഷം ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം അദ്ദേഹം അവിടെ നിന്ന് പടച്ചുവിടുന്നത്, പിന്നീട് മാധ്യമങ്ങളിലൊക്കെ അത് വിവാദമാകുന്ന കാഴ്ചയൊക്കെ കണ്ടു. പിന്നീട് അത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ ഇടപെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എല്ലാത്തിനും രാഷ്ട്രീയം കണ്ടെത്തുന്നു. അതൊരു കപട രാഷ്ട്രീയം, നെറികെട്ട രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടം കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സ്ഥിരം ഒരു എന്താ പറയുക, ഒരു അന്തം കൊങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സൈബർ വെട്ടുക്കിളിയാണ്. അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള പല പ്രതികരണങ്ങളും പല പോസ്റ്റുകളുമൊക്കെ നമുക്കൊക്കെ എന്താ പറയുക, വല്ലാത്തൊരു അസഹിഷ്ണുത തോന്നുന്ന പോസ്റ്റുകളാണ്. കാരണം നമുക്ക് ഒരാളെ ആശയപരമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഒരു അതിര് കടന്നുള്ള വിമർശനമാണ്. ഈ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ചാനലിലൊക്കെ ഇരുന്ന് മൂക്കാതെ പഴുത്ത മാമ്പഴം ആയതുകൊണ്ടാകാം അങ്ങനെയൊക്കെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വയനാട്ടിൽ രംഗത്തേക്ക് സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം BGM ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അവിടെ പണിയെടുക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ പാലക്കാട് സീറ്റ് കിട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി മോഡൽ ചില സ്വയം നന്മമര കളിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവെ എല്ലാവരും എന്നെ പാലക്കാട് നിർത്തണം എന്ന ഒരു ശബ്ദം ഉയർന്നു വരാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്താണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ സ്വയം പ്രഖ്യാപിത നന്മ മരങ്ങളെന്നൊക്കെ പറഞ്ഞ് ജയിച്ചു പോയ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് സുരേഷ് ഗോപി എടുത്തൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. നന്നായി തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ പാലക്കാട് സീറ്റിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ, ചേലക്കര നമുക്കറിയാം, അതായത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് CPM പിടിച്ചടക്കിയ സീറ്റാണ്. കെ രാധാകൃഷ്ണൻ അവിടെ ആ സീറ്റ് പിടിച്ചടക്കിയതിൽ പിന്നെ അതൊരു ഇടത് കോട്ടയാണ്. രാധേട്ടൻ എന്ന് പോലുമാണ് അവിടുത്തെ ആളുകൾ വിളിക്കുന്നത്. അതായത് അത്രത്തോളം അടുപ്പമാണ് അവർക്ക് ഇടതുപക്ഷത്തിനോടും ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന അവിടുത്തെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനോട്. നമുക്കറിയാം ഈ തവണ ആകെ ഈ CPMൻ്റെ ജയിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് കെ രാധാകൃഷ്ണനായിരുന്നു. അത്രത്തോളം എന്താ പറയുക, ആളുകൾ ഇഷ്ടപ്പെടുന്ന, മനസ്സിനോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെ രാധേട്ടൻ്റെ ആ ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടി നിലവിൽ രാധാകൃഷ്ണനോട് തോറ്റ അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെ ഇറക്കാനാണ്
ഇവർ ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രമ്യ ഹരിദാസിന് ഈ പറയുന്നത് പോലെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രമ്യ ഹരിദാസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള ഒരു ശബ്ദമൊന്നും ഉയർന്നു കേൾക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാക്കിയൊക്കെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രമ്യ ഹരിദാസിനോട് കോൺഗ്രസിനകത്ത് തന്നെ വലിയൊരു എതിർപ്പുണ്ട് എന്ന് പാർട്ടിക്ക്, അതായത് കോൺഗ്രസ് പാർട്ടിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, KPCCക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് എല്ലായിടങ്ങളിലും UDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രമ്യ ഹരിദാസ് അതിദാരുണമായി തോക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന് തോൽവിക്ക് കാരണമായത് കോൺഗ്രസ് തന്നെയാണെന്ന് നന്നായി തന്നെ KPCCക്ക് അറിയാം. കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ വല്ലാത്ത രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു രമ്യ ഹരിദാസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം MP ആയ ശേഷം. മാത്രവുമല്ല പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ അകത്തുണ്ടായ പൊട്ടിത്തെറികൾ പോലും ഒന്ന് പരിഹരിക്കാൻ പോലും MPക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്നു രമ്യ ഹരിദാസിനെതിരെയുള്ള ആരോപണങ്ങളുടെ വലിയ ഒരു പരാതി കൂമ്പാരം. അതുകൊണ്ടൊക്കെ തന്നെ രമ്യ ഹരിദാസ് നിശബ്ദതയുടെ കുപ്പായമണിഞ്ഞ് കുറച്ച് ദിവസമായിട്ട്, കുറച്ച് നാളുകളായിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ചേലക്കര സീറ്റ് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെയുള്ളൊരു ഇരിപ്പാണ്. രമ്യ ഹരിദാസ് അല്ലാതെ മറ്റൊരാളെയും അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് കാര്യമില്ല എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് രമ്യ ഹരിദാസ് ഈ VD സതീശൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് കൂടിയാണല്ലോ. അതുകൊണ്ട് അവിടെ രമ്യ ഹരിദാസിനെ നിർത്താനുള്ള ഒരു കളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമ്യ ഹരിദാസിൻ്റെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ഉയർന്നു കേൾക്കാത്തത്. പിന്നീട് വയനാടാണ്. വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, വയനാടിൽ ഇപ്പോൾ വലിയൊരു ദുരന്തം നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സജീവമായി തന്നെ സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് മത്സരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ പെങ്ങളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് എന്നെല്ലാവർക്കും അറിയാം. ആ സീറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവിടെ വർക്കൊന്നും അവർ നിലവിൽ നടത്തുന്നില്ല. അവിടെ നടത്തേണ്ട കാര്യമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഇങ്ങനെയുള്ള പണിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് ഒരു കാര്യം പറയാം, സംസ്ഥാന സർക്കാർ അതായത് മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വയനാട് ദുരന്തത്തിലാണ്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ നിലവിൽ അവർ പുനരധിവസിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ അതിജീവിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഓട്ടത്തിലാണ് സർക്കാരെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നുമല്ല. ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതല്ല, ഈ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിക്കുക, ആ ഒരു അതിജീവനത്തിൽ ജയിക്കുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് നന്നായി തന്നെ പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദമൊന്നും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സർക്കാരിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പോലും അതായത് ഒരു മാസത്തെ ശമ്പളം വരെ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങളെ, അതായത് സുധാകരനെ പോലുള്ള ആളുകളെയൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും കാണുന്നില്ല. കാരണം അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും എന്നറിയാം. ദുരന്തമുഖത്ത് അതുകൊണ്ട് സർക്കാരിനൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് നിലകൊള്ളുന്നത്. കോൺഗ്രസിൻ്റെ വലിയ ഒരു ഭയപ്പാട് വേറൊന്നുമല്ല. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ ഏകോപനം, അതൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു തിരിച്ചടിയാകുമോ എന്നൊരു ഭയം നന്നായി തന്നെ കോൺഗ്രസിനുണ്ട്. എന്നാൽ കോൺഗ്രസിനാകട്ടെ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ഉൾട്ടയാകും എന്ന് സതീശൻ അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ പരോക്ഷമായിട്ടും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും എതിരെ പോലും അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന് കോൺഗ്രസിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമം നടത്തുന്നില്ല. വയനാട്ടിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UDF ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളികൾ കളിക്കുമ്പോഴും കരുക്കൾ നീക്കുമ്പോഴും ഈ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ നമ്മുടെ സർക്കാർ ഇങ്ങനെ നിലയുറച്ച് നിന്നുകൊണ്ട് ആദ്യം ഇതൊന്ന് കഴിയട്ടെ, അതിനുശേഷമാകാം മറ്റെല്ലാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ. ആ നിപ്പ് ഒരു വല്ലാത്തൊരു നിപ്പ് തന്നെയാണ്. ആ നിപ്പാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, അഭിനന്ദിച്ചു പോകുന്ന ഒരു കരുതൽ. എന്തായാലും ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള പല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്നാക്രമണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രമാണ് കോൺഗ്രസിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിക്കരുത്. ആ ജനങ്ങളുടെ കണ്ണീര് വെച്ച്, ആ ജനങ്ങളുടെ അവസ്ഥ വെച്ച് ഒരു രാഷ്ട്രീയ ആയുധത്തിനുള്ള അല്ലെങ്കിൽ ആയുധമുണ്ടാക്കിക്കൊണ്ട് അത് സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു നെറികെട്ട ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം ഈ വിഷയം ഇത്രയും നേരമായിട്ടും ഈ സമയമായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാത്ത ഒരേ ഒരു സർക്കാർ നമ്മുടെ സർക്കാരാണ്. അതുകൊണ്ട് അതിലൊരു രാഷ്ട്രീയം കാണാൻ സർക്കാർ എന്തായാലും
ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല എന്ന് സർക്കാരിൻ്റെ നമുക്ക് പല പ്രവർത്തനങ്ങൾ കാണുമ്പോഴും പ്രതികരണങ്ങൾ കാണുമ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ മര്യാദ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിന് കൊടുക്കുന്ന നമ്മളുടെ ഒരു എന്താ പറയുക ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ കാണിക്കുന്ന പക്വത അത് കോൺഗ്രസും കാണിക്കും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.